നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുമായി തെളിവെടുപ്പ്. ആയുധം വാങ്ങിയെന്ന് പ്രതി പോലീസിനെ അറിയിച്ച എലവഞ്ചേരിയിലെ കടയിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. എന്നാൽ ആയുധം കടയിലേത് അല്ലെന്നാണ് കടയുടമയുടെ പ്രതികരണം. എന്റെ അവിടെ വാങ്ങിച്ചിട്ടില്ല, ഉറപ്പായിട്ട്. ഇത്തരത്തിലുള്ള ഈ സാധനം ഇവിടെ ഉണ്ടാക്കാറില്ല. അതുതന്നെയാണ് അതിൽ കുറച്ച് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളെ സീലുണ്ട്, ഇവിടുത്തെ ചെയ്യുന്നതിനും വൃത്തിയായിട്ടുള്ള സീലുകളുണ്ട്. ഇതിലൊന്നും സീലുമില്ല, ഒന്നുമില്ലാത്തതാണ്. ഷംന വിവരങ്ങളുമായി ചേരുന്നു. ഷംന, തെളിവെടുപ്പിൽ ഈ കേസുമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ആയുധത്തിന്റെ വിവരങ്ങൾ കൃത്യമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപർണ, ഈ ചെന്താമര ഈ ആയുധം വാങ്ങിയ കടയിൽ ഉൾപ്പെടെ പോലീസിനോട് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. അതായത് ആയുധം വാങ്ങിയത് ഈ കടയിൽ നിന്നാണ്, ആഗ്രോ എക്യുപ്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ്, എലവഞ്ചേരിയിലെ കടയിൽ നിന്നാണ് ആയുധം വാങ്ങിയത്. അത് താൻ പ്രത്യേകം ആവശ്യപ്പെട്ട അതുപോലെ തന്നെ ഈ കടയിലെ ജീവനക്കാർ നിർമ്മിച്ച് നൽകി എന്നതുൾപ്പെടെയാണ് പോലീസിനോട് ചെന്താമര വിശദീകരിച്ചത്. പക്ഷേ അത് പൂർണ്ണമായും നിഷേധിക്കുന്ന തരത്തിലായിരുന്നു ഈ കടയുടമയുടെ പ്രതികരണം ഉണ്ടായത്. അതായത് തങ്ങളുടെ കടയിൽ നിർമ്മിക്കുന്ന ആയുധത്തിന് സീൽ ഉണ്ടാവും, എന്നാൽ ഈ ചെന്താമരയുടെ ആയുധത്തിൽ സീലില്ല. ചെന്താമര ഈ കൊലയ്ക്ക് ഉപയോഗിച്ച ഈ കൊടുവാള്, അത്തരം ആയുധം ഈ കടയിൽ നിർമ്മിക്കാറില്ല എന്നൊക്കെയായിരുന്നു ഈ കടയുടമ പറഞ്ഞിരുന്നത്. പക്ഷേ ഡിവൈഎസ്പി ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ കടയിൽ നിന്ന് തന്നെയാണ് ആയുധം വാങ്ങിയത്. അതായത് ഈ കടയിൽ നിന്നുള്ള സീല് ആയുധത്തിൽ ഉണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഈ ആയുധം വാങ്ങിയത് കൃത്യമായി ഇവിടെ നിന്ന് തന്നെയാണ്. പിന്നെ ഈ ലെയ്ത്ത് മെഷീൻ ഉൾപ്പെടെ പ്രതി ചെന്താമര പോലീസിനോട് വിവരിച്ചിരുന്നു. ഇത് ഈ കടയിൽ നേരത്തെ എത്താത്ത ഒരാൾക്ക് ഇതെങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും? കാരണം ഈ കടയിലെ കൃത്യമായി എല്ലാ സ്ഥലങ്ങളും, ഈ ആയുധം നിർമ്മിച്ചത്, ഈ ആയുധത്തിന് കൊളുത്തിട്ടത്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കൃത്യമായി തന്നെയാണ് ഈ ചെന്താമര പോലീസിനോട് വിശദീകരിച്ചത്. നേരത്തെ ഈ കടയിൽ എത്താത്ത ഒരാൾക്ക് അതിന് സാധിക്കില്ല. കടയുടെ സീൽ അതിലുണ്ടായിരുന്നു, അത് നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ഡിവൈഎസ്പി പറയുന്നത്. എന്തായാലും ആയുധം വാങ്ങിയത് ആ കടയിൽ നിന്ന് തന്നെയാണ്. അതായത് ഇന്ന് തെളിവെടുപ്പിന് പ്രതിയുമായി എത്തിയ എലവഞ്ചേരിയിലെ ആഗ്രോ എക്യുപ്സ് എന്ന കടയിൽ നിന്ന് തന്നെയാണ് ആയുധം വാങ്ങിയതെന്ന ഒരു നിഗമനത്തിൽ, അല്ലെങ്കിൽ ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. ഒപ്പം ഈ പ്രതിയുടെ കയ്യിൽ മറ്റൊരു ആയുധം കൂടി ഉണ്ടായിരുന്നു. അതായത് കൊലപാതകത്തിന് ഒരു മാസം മുൻപ് ഈ അടിക്കാട് വെട്ടാൻ എന്ന് പറഞ്ഞ് പ്രതി വാങ്ങിയ ഒരു ആയുധമായിരുന്നു. ആ കടയിലും ഇന്ന് തെളിവെടുപ്പുണ്ടായി. എന്നാൽ ആ ആയുധമല്ല കൃത്യത്തിന് ഉപയോഗിച്ചത്. അത് ഇയാൾ ഈ അടിക്കാട്, അതായത് ഈ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം വീട്ടിലേക്ക് താമസിക്കാൻ വരുമ്പോൾ അവിടുത്തെ അടിക്കാട് വെട്ടാനും മറ്റുമായി വാങ്ങിയ ആയുധം തന്നെയാണ് ഈ കൊടുവാൾ. കൊലപാതകത്തിന് ഉപയോഗിച്ച കൊടുവാൾ ആഗ്രോ എക്യുപ്സ് എന്ന കടയിൽ നിന്നും വാങ്ങിയത് തന്നെയാണ് എന്ന സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പ്രതിക്കെതിരെ ഈ ശാസ്ത്രീയ തെളിവുകൾ, അതായത് വീട്ടിൽ നിന്നും കണ്ടെടുത്ത കൊടുവാളിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലമടക്കം ഇനി മുന്നോട്ട് വയ്ക്കും. ഒപ്പം ഈ പ്രതിക്ക് ഒരു ഘട്ടത്തിൽ പോലും കുറ്റബോധമില്ലായിരുന്നു. അത് നേരത്തെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയതാണ്. ഈ പ്രതിക്ക് അയൽവാസിയായ പുഷ്പയെ കൊല്ലാൻ സാധിക്കാത്തതിലുള്ള നിരാശ അത് പ്രതി വ്യക്തമാക്കിയതായും അന്വേഷണ സംഘം ഇന്ന് പറഞ്ഞിരുന്നു. അപർണ. ഷംന വിവരങ്ങൾ നൽകിയത്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ആയുധം വാങ്ങിയ കടയിൽ ചെന്താമര ആയുധം വാങ്ങിയെന്ന് പറഞ്ഞ കടയിലെത്തിയാണ് ചെന്താമരയുമായി തെളിവെടുപ്പ് നടത്തിയത്. പക്ഷേ ഈ ആയുധം ഈ കടയിലേതല്ല എന്ന് ഷോപ്പ് ഓണർ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യം. തെളിവെടുപ്പ് തുടരുകയാണ്. കേരള ലോട്ടറിയുടെ ബമ്പർ ടിക്കറ്റ് എടുക്കാൻ കേരളത്തിലേക്ക് ഇതര സംസ്ഥാനക്കാരുടെ ഒഴുക്ക്. കെട്ടുകണക്കിന് ടിക്കറ്റാണ് ഓരോരുത്തരും എടുക്കുന്നത്. 20 കോടി രൂപ ഒന്നാം സമ്മാനമുള്ള ക്രിസ്മസ് നവവത്സര ബമ്പർ ഇന്ന് നറുക്കെടുക്കും. പ്രതിദിന ഭാഗ്യക്കുറിയെടുക്കാൻ മലയാളികളാണ് മുന്നിൽ. എന്നാൽ ബമ്പർ ടിക്കറ്റുകൾക്ക് ആവശ്യക്കാർ ഏറെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. വിനോദയാത്രയ്ക്ക് വരുന്നവരും തീർത്ഥാടകരും ജോലി ആവശ്യങ്ങൾക്കായി എത്തുന്നവരും ലോട്ടറി കടകൾ കയറി ഇറങ്ങുകയാണ്. ഒന്നല്ല, ഒരു കെട്ട് ലോട്ടറിയാണ് പലരും എടുക്കുന്നത്. കേരള ലോട്ടറിയും ബമ്പർ ടിക്കറ്റുകളുമൊക്കെ ഇതര നാടുകളിലും ബമ്പർ ഹിറ്റാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ ബമ്പർ പ്രേമം വ്യാപാരികളും ശരിവെക്കുന്നു. ഇതുവരെ നല്ല കച്ചവടമായിരുന്നു. മലയാളികളല്ലേ കൂടുതൽ എടുക്കുന്നത്. കൂടുതലും ഇവിടെ സെയില് കൂടുതലും തമിഴ്നാട്ടുകാരാണ്. എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് വരുവാ. തമിഴ്നാട്ടുകാർ വരുന്നുണ്ട്.
ചെറിയ ടിക്കറ്റ് മാത്രമേ ഇവിടുത്തെ ആൾക്കാർ വാങ്ങിക്കുള്ളൂ. ലോട്ടറി ബമ്പറൊക്കെ എല്ലാ നാട്ടുകാർ ഈ ഇവിടുത്തെ പുറത്തെ ആള് ബോംബെ, ദില്ലി, ഇവര് ആന്ധ്ര, തമിഴ്നാട് ഇതെല്ലാം ഇവിടുത്തെ വന്നിട്ട് നല്ല പൈസയ്ക്ക് ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇതര സംസ്ഥാനക്കാരുടെയും മലയാളികളുടെയും ഇപ്പോഴത്തെ ഭാഗ്യപരീക്ഷണം ഇന്ന് നറുക്കെടുക്കുന്ന ക്രിസ്മസ് നവവത്സര ബമ്പറിലാണ്. നറുക്കെടുപ്പിലൂടെ 21 പേർ കോടീശ്വരന്മാരാകും. 20 കോടി ഒന്നാം സമ്മാനത്തിന് പുറമെ 20 പേർക്ക് ഓരോ കോടി രൂപ വീതം കിട്ടും. വിൽപ്പനയ്ക്കെത്തിച്ചത് ഏറെക്കുറെ 50 ലക്ഷത്തോളം ടിക്കറ്റുകളാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ വനംവകുപ്പ് മന്ത്രിക്കും വൈദ്യുതി വകുപ്പ് മന്ത്രിക്കും അതിരൂക്ഷമായ വിമർശനം. സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് വിമർശനം ഉയർന്നത്. വനംവകുപ്പിന്റെ പ്രവർത്തനം സർക്കാരിന് അവമതിപ്പുണ്ടാക്കുകയാണ്. MM മണി വൈദ്യുതി വകുപ്പ് ഭരിച്ച അവസ്ഥയല്ല എന്ന്, ഇപ്പോഴത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് വകുപ്പിൽ ഗ്രാഹ്യമില്ലെന്നും ഉദ്യോഗസ്ഥരാണ് ഭരണമെന്നുള്ള കുറ്റപ്പെടുത്തലും ഉണ്ടായി. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ വൈകിട്ടോടെ ഉണ്ടായ ചർച്ചയിലാണ് ഇടുക്കി ജില്ലയെ പ്രതികൂലമായി ബാധിക്കുന്ന വന്യജീവി സംഘർഷവും മലയോര കർഷകരുടെ വിഷയങ്ങളിലും രൂക്ഷ വിമർശനമുയർന്നത്. പ്രവർത്തന റിപ്പോർട്ടിലെ ചർച്ചയിൽ വനം വകുപ്പ് മന്ത്രിയുടെ പേരെടുത്ത് പോലും വിമർശനമുണ്ടായി. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ CPMന് ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ജനങ്ങൾക്കിടയിലെ പ്രവർത്തനം വലിയ വെല്ലുവിളിയുണ്ടാക്കുമെന്ന് പ്രതിനിധികൾ പറഞ്ഞു. വനം വകുപ്പിനോടുള്ള അതൃപ്തി സർക്കാരിനോടുള്ള അതൃപ്തിയായി മാറുകയാണ്. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിക്കെതിരെയും വിമർശനമുണ്ടായി. MM മണി വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ ഉള്ള ഇടപെടലും സമീപനവും ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ ഉണ്ടാകുന്നില്ലെന്ന വിമർശനവും ഉയർന്നു. ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ പല വകുപ്പുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിലാക്കുന്നതായും വിമർശനമുണ്ട്. ഗ്രൂപ്പ് ചർച്ചകൾക്ക് ശേഷം സംഘടനാ റിപ്പോർട്ടിന്മേലും ചർച്ച നടക്കും. ന്യൂസ് 18 ഇടുക്കി. CPM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് തുടക്കമായി. മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം P കരുണാകരൻ പതാക ഉയർത്തി. പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ശക്തി കേന്ദ്രങ്ങളായ തൃക്കരിപ്പൂർ, കാഞ്ഞങ്ങാട് മണ്ഡലങ്ങളിലെ വോട്ട് ചോർച്ച, സാമ്പത്തിക ക്രമക്കേട് തുടങ്ങിയവ സമ്മേളനത്തിൽ ചർച്ചയാകും. ME ബാലകൃഷ്ണൻ മാസ്റ്റർ തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത. 317 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വെള്ളിയാഴ്ച സമ്മേളനം സമാപിക്കും. വന്യജീവികളുടെ ആക്രമണത്തിൽ കൃഷിനാശം സംഭവിക്കുന്ന കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്ന് പരാതി. നാമമാത്രമായ തുകയാണ് നഷ്ടപരിഹാരമായി ലഭിക്കുന്നത്. ഈ തുകയും നൽകുന്നതും മാസങ്ങളായി മുടങ്ങിയെന്നാണ് കർഷകരുടെ പരാതി. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇടുക്കി രാജകുമാരി പാടശേഖരത്തിലുണ്ടായ കാട്ടുപന്നി ആക്രമണത്തിൽ കൊയ്ത്തിന് പാകമായ നെൽകൃഷി പൂർണ്ണമായും നശിച്ചിരുന്നു. ഒരേക്കർ പാടശേഖരത്തിൽ നെൽകൃഷി ഇറക്കണമെങ്കിൽ കർഷകന് കുറഞ്ഞത് 30,000 രൂപ വരെ ചെലവ് വരും. വന്യജീവി ആക്രമണം മൂലം 1 ഹെക്ടറിലെ കൊയ്ത്തിന് പാകമായ നെൽകൃഷി നശിച്ചാൽ കൃഷി ഇറക്കിയതിന്റെ ചെലവ് പോലും നഷ്ടപരിഹാരമായി കർഷകന് ലഭിക്കില്ല. കൃഷി വകുപ്പിന്റെ വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത കർഷകരുടെ കൃഷി വന്യജീവികൾ നശിപ്പിച്ചാൽ പേരിന് മാത്രമാണ് നഷ്ടപരിഹാരം ലഭിക്കുക. കാർഷിക രംഗത്ത് അല്ലെങ്കിൽ നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷി ഉപേക്ഷിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു പോംവഴി അതിനകത്ത് കാണുന്നില്ല. സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കർഷകരെ സംരക്ഷിച്ച് ചേർത്ത് നിർത്തേണ്ട ഒരു കടമ അവർക്കുണ്ട്. പക്ഷെ അത് ഇതേവരെ ഒരു കർഷകനും അതിന് അനുബന്ധമായിട്ടുള്ള ഒരു തുക ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. 9 വർഷം മുൻപ് സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയാണ് ഇപ്പോഴും വനം വകുപ്പ് നൽകുന്നത്. അപേക്ഷകളുടെ മുൻഗണനാക്രമം അനുസരിച്ചാണ് നഷ്ടപരിഹാരം നൽകുക. കൃഷിനാശം സംബന്ധിച്ച് കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് സഹിതമാണ് അപേക്ഷ നൽകേണ്ടത്. ഇതിൽ വനം വകുപ്പ് വീണ്ടും അന്വേഷിച്ച് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവിഷണൽ ഓഫീസ് മുഖേന നഷ്ടപരിഹാരം അനുവദിക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ മുടക്കുമുതലിന്റെ 1/4 പോലും കർഷകർക്ക് നഷ്ടപരിഹാരമായി ലഭിക്കുന്നുമില്ല. തുച്ഛമായ ഈ നഷ്ടപരിഹാര തുക പോലും ഇപ്പോൾ ലഭിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. വനം വകുപ്പിന്റെ നഷ്ടപരിഹാരം മുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. 9 മാസം മുൻപ് അപേക്ഷിച്ചവർക്ക് പോലും ഇതുവരെ തുക ലഭിച്ചില്ല. ഇതിനാൽ നാമമാത്രമായ തുകയ്ക്കായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങാൻ മടിക്കുകയാണ് കർഷകർ. ന്യൂസ് 18 ഇടുക്കി.